ദൂരീകരണത്തിലേക്ക് സ്നേഹവന്ദനം. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പെട്ടുപോയ ഒരു തടവുപുള്ളിയായിരുന്നു അയാൾ. ഒരു അനാട്ടമി പ്രൊഫസർ. കഠിന ഏകാന്തത, കൊടിയ അടിമത്തം, ഉറ്റവർക്ക് എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് തീരെ ധാരണയില്ലാതിരിക്കുക, ജീവിച്ചിട്ടിനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നൊരു തോന്നല, സ്വയം കൊല്ലാൻ തീരുമാനിച്ചു. അനാട്ടമി പ്രൊഫസർക്ക് അറിയാം ഏത് ഞരമ്പിനെയാണ് മുറിക്കേണ്ടതെന്ന്. എന്നാൽ സെല്ലിൽ തീരെ വെട്ടമില്ല. അത് കിട്ടാനായിട്ട് ഒരു കിളിവാതിൽ ഉയർത്തി. പിന്നെ പുറത്തേക്ക് ഒന്ന് മിഴിപാളിച്ചു. പുറത്ത് അപ്പോൾ വസന്തം ആരംഭിക്കുകയായിരുന്നു. ഋതുഭേദങ്ങൾ വളരെ വ്യക്തമാണ് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ. ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെ അവിടെ ശിശിരമായിരുന്നു. ഭൂമി മുഴുവൻ മഞ്ഞായിരുന്നു. ഒരു പച്ചിലനാമ്പ് പോലും ഇല്ലായിരുന്നു അതിന് മീതെ. ഇപ്പോഴാവട്ടെ നിറയെ പൂക്കളാണ്. അയാളോട് തന്നെ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ചെറിയ പ്രാണിൻ്റെ മീതെ ശിശിരമാണ്, കൊടിയ മഞ്ഞ്, വല്ലാതെ ഉറഞ്ഞു പോകുന്ന മഞ്ഞ്. എന്നാൽ നാളെ നിശ്ചയമായിട്ടും വസന്തമുണ്ടാകും. അതേ ജാലകത്തിലൂടെ, തൻ്റെ ആത്മഹത്യക്ക് വെട്ടം തരുമെന്ന് കരുതിയ അതേ ജാലകത്തിലൂടെ അയാൾ തന്നെ കൊല്ലാനുതകുമായിരുന്ന ആ റേസർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. വളരെ പ്രസാദാത്മകമായിട്ട് ഈ മനുഷ്യൻ പിന്നീട് തൻ്റെ ജീവിതത്തെ നേരിടുന്നുണ്ട്. അയാൾ ആ അനുഭവം പിന്നീടൊരു കുറിപ്പായി നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള അനുഭവങ്ങളും ഈസ്റ്ററിൻ്റെ എത്തിമോളജിയിൽ അങ്ങനെയും ഒരർത്ഥമുണ്ട്. ഫെസ്റ്റിവൽ ഓഫ് സ്പ്രിംഗ്, വസന്തോത്സവം. ഏപ്രിൽ മെയ് മാസങ്ങളാണ് ആ ഒരു ഋതുഭേദത്തിൻ്റെ കാലമെന്നുകൂടി ഓർക്കുമ്പോൾ അതിൻ്റെ വായന വളരെ എളുപ്പമാകുന്നു. നമുക്കറിയാം ഒരു തോട്ടം. ആ തോട്ടത്തിന് മീതെ കനത്ത ദുഃഖത്തിൻ്റെ മഞ്ഞ് മൂടിക്കിടന്നിരുന്നു. ഒരു പച്ചിലനാമ്പ് പോലുമില്ല. വലിയ പ്രതീക്ഷ കൊടുത്തിട്ട് പെട്ടെന്ന് വലിഞ്ഞു പോയ ഒരാൾ. എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ പറയുന്ന കണക്ക് അങ്ങനെ ആൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. പക്ഷെ ഇനി അയാളില്ല. എന്തൊരു കനത്ത ദുഃഖത്തിൻ്റെ ആ മഞ്ഞ് വീണ ആ തോട്ടത്തിന് മീതെയായിട്ടാണ് ഈസ്റ്റർ പുലരി. പെട്ടെന്ന് ഒരിടം വസന്തത്തിനിടമായിട്ട് മാറുകയാണ്. തോട്ടത്തിൽ തന്നെ ഇതൊക്കെ സംഭവിക്കാന്നുള്ളത് തീരെ യാദൃച്ഛികം ആകസ്മികമെന്ന് കരുതേണ്ടതില്ലെന്ന് തോന്നുന്നു. ഈ തോട്ടം ഉദ്ധാനത്തിൻ്റെ തോട്ടമാണ്. മനുഷ്യർ സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വസന്തം. മൂന്നാം ദിനം പുലരിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ പൂർണ്ണമാകുന്നത്. മൂന്നാം ദിവസം എന്ന് പറയുന്നത് ആ പുതിയ നിയമത്തിലെയും ഒരുപക്ഷെ പഴയ നിയമത്തിലെയും ഒക്കെ ഏറ്റവും പ്രതീക്ഷ തരുന്ന വാക്കാണ്. ഹോസേ 6:2 നമ്മൾ ആദ്യം ഇതിൻ്റെ സൂചന കാണുന്നത്. അവൻ നമ്മളെ മരിക്കാൻ വിട്ടുകൊടുത്താലും 3-ാം നാൾ ഉയർപ്പിക്കും. എന്താണ് ഈ 3-ാം ദിവസത്തിൻ്റെ പ്രത്യേകത? യഹൂദർ വിചാരിച്ചിരുന്നു ഒരാൾ മരിച്ച് 3 ദിവസത്തോളമെങ്കിലും അയാളുടെ ആത്മാ അയാളോടൊപ്പം ഉണ്ടായിരിക്കും. എന്നാൽ 3 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ശരീരം ജീർണിച്ചു തുടങ്ങും. പിന്നെ അയാളിൽ നാശിക്കാനൊന്നുമില്ല. നമുക്കറിയാവുന്നതുപോലെ ലാസറിൻ്റെ ആ സംഭവത്തിലൊക്കെ വായിച്ചു കേൾക്കുന്നത് തന്നെയാണ്. അവൻ വരാൻ വൈകി. വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ പെങ്ങന്മാർ പറഞ്ഞ പരിഭവം അതായിരുന്നു, അവൻ മരിച്ചിട്ട് 3 ദിവസമായി. അതിൻ്റെ അർത്ഥം എന്തെങ്കിലും നിനക്ക് ഇടപെടണമായിരുന്നെങ്കിൽ നീ അതിനു മുമ്പേ വരണമായിരുന്നു. അപ്പോൾ ഈ പ്രതീക്ഷ തീരെ ഇല്ലാതെ പോകുന്നൊരു ദിവസമാണ് 3-ാം പക്കം. എന്നിട്ടും മനുഷ്യൻ്റെ പ്രതീക്ഷ തീരുന്നിടത്തുനിന്ന് ദൈവത്തിൻ്റെ ശരിയായ സമയം ആരംഭിക്കുന്നു. അതാണ് ഈ 3-ാം പക്കത്തിൻ്റെ സാരം. പുതിയ നിയമത്തിലെ അത്തരം ചില 3-ാം പക്കങ്ങൾ നമ്മൾ മുമ്പും ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 3-ാം ദിവസം കുഞ്ഞിനെ കിട്ടുന്ന കാര്യവും ഈ ശരീരം എന്ന് പറയുന്ന ദേവാലയം തകർക്ക് ഞാൻ എന്നെ 3-ാം നാൾ പുനർനിർമ്മിക്കാമെന്ന് വേറെടുത്ത് പറയുന്നതും, യോന തിമിംഗലത്തിനുള്ളിൽ കഴിഞ്ഞതുപോലെ ആ മനുഷ്യപുത്രൻ ആ മരണത്തിൻ്റെ അഗാധങ്ങൾ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ആ ജീവൻ്റെ തീരത്തേക്ക് വരുമെന്നുള്ള സൂചനകളുമൊക്കെ ഈ 3-ാം പക്കത്തിൽ തുടർച്ചയാണ്. അതുപോലെ പ്രത്യാശ തരുന്നൊരു വാക്കില്ലെന്ന് തോന്നുന്നു. എവിടെയൊക്കെ ആ മനുഷ്യർ കഠിന സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ, കഠിന നൈരാശ്യത്തിലായിരിക്കുമ്പോൾ അവരുടെ കാതുകളിൽ ഇങ്ങനെ മന്ത്രിക്കണം, ഒരു 3-ാം പക്കം ഉണ്ടാവും. മനുഷ്യൻ്റെ പ്രതീക്ഷ തീരുന്നിടത്തുനിന്ന് ദൈവത്തിൻ്റെ ശരിയായ സമയം ആരംഭിക്കും. ഒരുപക്ഷെ ഏറ്റവും നല്ല ഈസ്റ്റർ ദൂത് അത് തന്നെ ആയിരിക്കും, ഒരു 3-ാം പക്കത്തിൻ്റെ ഈസ്റ്റർ ദൂത്. ആ പുലരിയിലെത്തി ഈ സ്ത്രീകൾ നമ്മൾ വലിയ വിസ്മയം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവരുണ്ടായിരുന്നു എല്ലായിടത്തും. അവൻ്റെ വിചാരണ വേളകളുണ്ടായിരുന്നു, ആ മരണനേരത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ പുരുഷന്മാർക്ക് തീരെ നിൽക്കാനായിട്ട് ഇടം കണ്ടെത്താത്ത ഒരിടമായിരുന്നു കാൽവരി എന്ന് തോന്നുന്നു. കഷ്ടിച്ച് ആ യോഹന്നാൻ ഉണ്ടായിരുന്നു. ആ കാൽവരിക്കുന്നിൽ നിന്ന് മാത്രം ഓർമ്മിക്കുന്നതായിരിക്കും പുരുഷർക്ക് ആശ്വസിക്കാനുള്ള ഏകവക. സ്ത്രീകൾ അവരെല്ലാത്തിനും സാക്ഷിയാകാൻ തയ്യാറാണ്. ഒരു മരണാസിൻ്റെ അടുക്കൽ നിൽക്കാനായിട്ട് പോലും ഒരുപക്ഷെ പുരുഷന്മാരുടെ ടെമ്പർമെൻറ്റ് താങ്ങാൻ പറ്റാത്തതാണ് തോന്നുന്നു. മരണവും ദുഃഖവും ഒക്കെ അവർക്ക് പതുക്കെ അതിനകത്ത് മാറി നിൽക്കാനായിട്ട് താല്പര്യം. സ്ത്രീകളാവട്ടെ എല്ലാത്തിനെയും അഭിമുഖീകരിക്കുന്നു. മരണത്തെ അഭിമുഖീകരിച്ച സ്ത്രീകൾ തന്നെ ഈ ജീവൻ്റെ ആ ഉത്സവത്തിനും ആദിസാക്ഷികളായി മാറണമെന്ന് ഒരുപക്ഷെ ആ പ്രകൃതിയുടെ ദൈവത്തിൻ്റെയൊക്കെ നിശ്ചയമായിരിക്കും.
പുലരിയിലെത്തിയ ആ സ്ത്രീകൾ എന്നും നമുക്ക് നല്ലൊരു ധ്യാന വിഷയം. അവർ കല്ലറ കാണാനായിട്ട് പോയെന്നൊക്കെ മത്തായി എഴുതുമ്പോൾ മത്തായി ഉപയോഗിക്കുന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. മെഡിറ്റേറ്റ് എന്നൊരു അർത്ഥമുണ്ട്. അവർ കല്ലറയെ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. അവരുടെ മുമ്പിൽ ആ ജീവന്റെയും മരണത്തിൻ്റെയും ഒക്കെ പൊരുളുകൾ പതുക്കെ പതുക്കെ ആ ചുള്ളുകൾ അഴിയുന്ന കണക്ക് പതുക്കെ പതുക്കെ അവരുടെ മുമ്പിൽ തുറന്നു കിട്ടുകയാണ്. ആ സ്ത്രീകൾ പറഞ്ഞ സാക്ഷ്യം പുരുഷന്മാർ വിശ്വസിച്ചില്ലെന്നൊക്കെയുള്ള സൂചനകളും കിടപ്പുണ്ട് പുതിയ നിയമത്തിൽ. അതൊരു കഠിനമായ ആരോപണം. ഒരുപക്ഷെ ആ പതുക്കെ പതുക്കെ ആ പുരുഷന്മാർ ധ്യാനിച്ചു തുടങ്ങേണ്ട ഒരു കാര്യം ഇതാണ്. പലപ്പോഴും ഈ സ്ത്രീകളുടെ ഇൻഡ്യൂഷന് അവർ കൊടുക്കാതെ പോകുന്ന വില. പുരുഷന് പലപ്പോഴും വളരെ സ്കെപ്റ്റിക്കലാണ്. അവനെല്ലാം കാണുകയും കേൾക്കുകയും തൊടുകയും ഒക്കെ ചെയ്താൽ മാത്രമേ പല കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാവൂ. എന്നാൽ പൊതുവെ ആ സ്ത്രീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവൾ മനസ്സ് പറയുന്ന ചില കാര്യങ്ങൾ വിശ്വസിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീകളുടെ ഇത്തരം വർത്തമാനങ്ങളെ കൊച്ചു വർത്തമാനങ്ങളുമായിട്ട് മാത്രമേ അവർ ഗണിച്ചിരുന്നുള്ളൂ. ഒരുപക്ഷെ വരുംകാലങ്ങളിൽ സഭയ്ക്കും വീടിനും ചരിത്രത്തിനുമൊക്കെ ഏറ്റവും നല്ലത് ഈ സ്ത്രീകളുടെ ശബ്ദങ്ങൾക്ക്, സ്ത്രീകളുടെ ഇൻഡ്യൂഷൻസിന് കാതോർക്കുക എന്നുള്ളതാണ്. സ്ത്രീകളുടെ ഇൻഡ്യൂഷന് കാതോർക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സ്ത്രീ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ എന്ന് മാത്രമല്ല അർത്ഥം. അവനവൻ്റെ തന്നെ ഉള്ള സ്ത്രീ ശബ്ദത്തിന് കാതോർക്കുക എന്നുള്ള. നമുക്ക് ആനിമ എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്. ഓരോരുത്തരിലുള്ള ഒരു ശ്രേണാംശം എന്ന് പറയുന്നത് വല്ലാതെ ആ ശ്രേണമായ ചില തോന്നലുകൾ, പ്രചോദനങ്ങളൊക്കെ നമ്മുടെ കാലത്തിൽ വല്ലാതെ അടിച്ചമർത്തപ്പെടുന്നുണ്ട്. പുരുഷൻ അവൻ്റെ ശ്രേണാംശത്തെ കൂടി വീണ്ടെടുത്ത് കഴിയുമ്പോഴായിരിക്കും ഈ ഉത്ഥാനത്തിൻ്റെ മഹിമയും രഹസ്യവുമൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ പോവുക. എന്തൊക്കെ ആ പ്രതീക്ഷ നിറഞ്ഞ ബിംബങ്ങളാണ് ആ ദിവസം നമ്മൾ കാണുന്നത്. ആ മാറിപ്പോയ കല്ലറ അല്ല മാറിപ്പോയ മൂടിക്കല്ലെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ മൂടിക്കലിനെ കുറിച്ച് സ്ത്രീകൾ ഇങ്ങനെ പുലരിയിൽ ആ കല്ലറയിലേക്ക് പോകുമ്പോൾ ആകുലപ്പെടുന്നുണ്ട്. ആരും നമുക്കത് മാറ്റിത്തരും. അത് അത്രയും വലുതാണെന്നുള്ളതിൻ്റെയൊക്കെ സൂചനയുണ്ട്. ഒപ്പം അത് മുദ്ര വെച്ചിരുന്ന കൂടിയാണ്. അങ്ങനെയുമുണ്ട് ഒരു കൗതുകരമായ ഒരു സംഭവം. മരിച്ചിട്ടും ഒരുപക്ഷെ അവനെ പേടിച്ചിരുന്ന ചിലർ അവർ പറയുകയാണ്, അവൻ്റെ ശിഷ്യന്മാർ ഇനിയും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നിരിക്കാം, ഇനിയും ചില കബളിപ്പിക്കൽ നമ്മളെ കബളിപ്പിക്കാണ്ട് ശ്രമിച്ചെന്നിരിക്കാം, അവൻ്റെ ശരീരം മോഷ്ടിച്ച് കൊണ്ടുപോയേക്കാം. അതുകൊണ്ട് ആ കല്ലറയ്ക്ക് മുദ്ര വെച്ച് കാവൽക്കാരെ ഏർപ്പെടുത്താനായിട്ട് പീലാത്തോസ് ആവശ്യപ്പെടുന്നുണ്ട്. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾക്കുമുണ്ടല്ലോ ഭടന്മാർ, നിങ്ങളത് ചെയ്തു കൊള്ളുക. ഒരുപക്ഷെ അവൻ്റെ മരണത്തെ ഇത്രയും ഭയപ്പെട്ട ഒരു സംഭവം ഭൂമിയിൽ ഒരിടത്തും ഉണ്ടാവില്ല. ആരുടെയും മരണത്തെയും ആരും ഇത്രയോളം ഭയപ്പെട്ടിട്ടുണ്ടാവില്ല. അതിന് പുറത്തായിട്ട് അവർ കാവൽ നിൽപ്പുണ്ട്. അവർക്കെന്ത് സംഭവിച്ചു, ആ മൂടിക്കലിന് സംഭവിച്ചെന്നൊക്കെ വളരെ കൃത്യമായിട്ട് സുവിശേഷകർ എഴുതി വെക്കുന്നുണ്ട്. ഒന്ന്, ആ മൂടിക്കല്ല് മാറിപ്പോയ സംഭവം, മാലാഖ മാറ്റിയെന്നൊക്കെ ഉള്ളതിൻ്റെ സൂചനകൾ ഒന്നോ രണ്ടോ സുവിശേഷകർ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്ത് ഈ മൂടിക്കല്ലെന്ന് പറയുന്നത്? അതിങ്ങനെ ആ മനുഷ്യനെ തൻ്റെ പരിസരത്തിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന്, തൻ്റെ റിലേറ്റഡ്നെസ് എന്ന് പറയുന്ന ബന്ധങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്ന മൂടിക്കല്ല. ആ മൂടിക്കല്ലുണ്ടെങ്കിൽ ആ മൂടിക്കലിനപ്പുറത്തുള്ളവരൊക്കെ വാസ്തവത്തിൽ മരിച്ചവരാണ്. ഈ മൂടിക്കല്ല് മാറ്റാനായിട്ട് ക്രിസ്തു മുമ്പും പറയുന്നുണ്ട്. നമുക്കറിയാം ലാസറിൻ്റെ ആ കല്ലറയിൽ സംഭവിക്കുന്നത് തന്നെയാണ്. ക്രിസ്തുവിന് ഇതിനകത്തുള്ള മനുഷ്യരുമായിട്ട് ഇടപെടണമെന്ന് ആഗ്രഹമുണ്ട്. തൻ്റെ സ്നേഹം കൊണ്ട് അയാളെ വീണ്ടെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. തൻ്റെ സ്നേഹം കൊണ്ട് അയാളെ ജീവനിലേക്ക് കൂട്ടിക്കൊള്ളണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ക്രിസ്തുവിനും അയാൾക്കും ഇടയിലായിട്ട് ഒരു മൂടിക്കല്ലുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം വളരെ പ്രതീകാത്മകമായ ധ്വനിയോടുകൂടി ക്രിസ്തു പറയുന്നുണ്ട്, ഈ മൂടിക്കല്ല് മാറ്റുക. ആ മൂടിക്കല്ലിനപ്പുറത്ത് ഒരാൾ വസിക്കാൻ തയ്യാറാണെങ്കിൽ വൈകാതെ എന്ത് ചെയ്യുന്നുണ്ട്, കെട്ടിവെച്ച ജലം കണക്ക് അയാൾ ദുർഗന്ധമുണ്ടാക്കും. അത്തരം സൂചനകളുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ടോ ആ മൂടിക്കല്ല് മാറ്റിക്കഴിയുമ്പോഴാണ് അവിടുത്തെ സ്നേഹവും ഇടപെടലും ഒക്കെ ഈ മരിച്ചവനിലേക്ക് വരിക. ഇവിടെ ആവട്ടെ ആ മൂടിക്കല്ല് മാലാഖമാർ എടുത്തു മാറ്റുകയാണ്. ഒരുപക്ഷെ ഈസ്റ്റർ എന്ന് പറയുന്നത് തന്നെ ഇതായിരിക്കാം. ഓരോരുത്തരും അവരവർ ചങ്കിക്കൊണ്ട് നടക്കുന്ന ചില മൂടിക്കല്ലുകൾ മാറ്റുക എന്നുള്ള. പലതിനോടും അടഞ്ഞിരിക്കുക ജീവിതം. സ്നേഹത്തോട്, കരുണയോട്, ഒഴുകുന്ന എന്തിനോടും, നനയുന്ന എന്തിനോടും പതുക്കെ പതുക്കെ ഇങ്ങനെ ഹൃദയം അടഞ്ഞുകൊണ്ടിരിക്കുക. എസെക്കിയേലിൻ്റെ ഒക്കെ പ്രവചനത്തെ നമ്മൾ വായിച്ച് കേൾക്കുന്ന കണക്ക് ചിലരുടെ ഉള്ളിൽ തന്നെ ഈ മൂടിക്കല്ല. വളരെ ഭാരപ്പെടുന്നൊരു വാക്ക് എസെക്കിയേൽ പറയുന്നുണ്ട്, നിന്റെ ഉള്ളിൽ നീ സൂക്ഷിക്കുന്നത് ഹൃദയമല്ല മറിച്ച് കല്ല. അപ്പോൾ ചങ്കിലെ ചില മൂടിക്കല്ലുകൾ മാറ്റാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ, ഒരു മാലാഖ ഇടപെട്ട് ഈ മൂടിക്കല്ലുകൾ മാറ്റുകയാണെങ്കിൽ, ആരും വിചാരിക്കരുത് ഈ മാലാഖ മൂടിക്കല്ല് മാറ്റുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ കിന്നര ചിറകുകളുമായിട്ട് സ്വർഗാരൂപികൾ വന്നിട്ട് ഈ മൂടിക്കല്ല് ഇടപെടുക എന്നുള്ളതല്ല. സാധാരണ ജീവിതത്തിൽ തന്നെ എന്തുമാത്രം മാലാഖമാരാ. ആ മാലാഖമാരെന്ന് പറയുന്ന അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ കരങ്ങളാണ്. അത്തരം കുറേ അധികം പേരുടെ ഇടപെടലുകൾ ഈ ഹൃദയത്തിലെ മൂടിക്കല്ല് മാറ്റുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? ചിലപ്പോൾ
വളരെ കഠിനഹൃദയനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ കുഞ്ഞ് നടത്തുന്ന ഇടപെടൽ കൊണ്ട് അയാളുടെ മൂടിക്കല്ല് മാറുന്നതായിട്ട് നിങ്ങൾ നിരീക്ഷിച്ചിട്ടില്ലേ? അപ്പോൾ ഈ മൂടിക്കല്ല് മാറുമ്പോഴാണ് ശരിക്കുമുള്ള ഉത്ഥാന അനുഭവം ആരംഭിക്കാൻ പോകുന്നത്. പുലരിയെന്ന ആ പ്രതീകം, ഡോൺ എന്ന് പറയുന്ന പ്രതീകം കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ക്രിസ്തു മരിച്ച സമയം ഏതാണ്ട് മധ്യാഹ്നം കഴിയുമ്പോൾ ക്രിസ്തു മരിച്ചു. എന്നിട്ടും വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്, അപ്പോൾ ഭൂമി മുഴുവൻ ഇരുണ്ടെന്നാണ് പറയുക. ആ ഇരുട്ടിലാണ് ക്രിസ്തുവിൻ്റെ മരണം സംഭവിക്കുന്നത്. ഇപ്പോഴാവട്ടെ അവൻ ജീവനിലേക്ക് ഉണർന്നത് കൊണ്ട് ഭൂമിയിൽ ഇനി പ്രഭാതമാണ്. അവൻ്റെ ഉണർവാണ് വാസ്തവത്തിൽ ഇനി ഉദയസൂര്യനെയൊക്കെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇനി മുതൽ ഭൂമിയുടെ ഉദയാസ്തമയങ്ങളെ നിർണ്ണയിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളല്ല, മറിച്ച് ഒരാളുടെ ചങ്കിൽ ക്രിസ്തു മയങ്ങുന്നുണ്ടോ ഉണരുന്നുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പ്രധാനം. അപ്പം അതാണ് ആ ഉള്ളിലെ പുലരി എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം. എവൈക്കൺ എന്ന് പറഞ്ഞൊരു വാക്കുകൂടി ഉള്ള ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, വിശേഷം ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഉണർന്നവൻ, ഉണർന്നെണീപ്പിച്ചവൻ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഒരുപക്ഷെ ഉയർപ്പുമായി ബന്ധപ്പെട്ട അനുദിന ജീവിതത്തിൽ നമുക്ക് ധ്യാനിക്കാവുന്ന ഒരു വിചാരം അത് തന്നെയാണ്. നിങ്ങൾ ഉണർന്നവനാണോ? അതെങ്ങനെ എല്ലാ ഗുരുക്കന്മാരും ചോദിക്കുന്ന ചോദ്യമാണ്. ആർ യു ദ അവേക്കൻഡ് വൺ? നിങ്ങൾ ഉണർന്നവനാണോ? അത് ബുദ്ധയൊക്കെ തന്നെ തന്നെ അടയാളപ്പെടുന്ന അങ്ങനെയാണ്. ആര് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്, നിങ്ങൾ ഗുരുവാണോ? അല്ല. നിങ്ങൾ ദൈവത്താൽ അയക്കപ്പെട്ടവനാണോ? അല്ല. പിന്നെ നിങ്ങൾ ആരാണ്? ഇതൊക്കെ ഞങ്ങളോട് സംസാരിക്കാനായിട്ട് നിങ്ങൾ ആരാണ്? അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഉണർന്നവനാ. ഇപ്പം എല്ലാവരും ഒരുതരം മയക്കത്തിലാണ്. വലിയ ഉണർവിലേക്ക്, വലിയ ജാഗ്രതയിലേക്കൊക്കെ ഈസ്റ്റർ ദിനം നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. നിദ്രാടനം എന്ന് പറയുന്ന ഒരു കുഞ്ഞു മനോരോഗം കണക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുന്നുണ്ട്. നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്, സഹശയനം അനുഷ്ഠിക്കുന്നുണ്ട്, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അനുദിന ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയും ഉണർന്നവനാണോ? അത്രയും ജാഗ്രതയിലാണോ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്? ഓരോ ചെറിയ കാര്യങ്ങൾക്കകത്ത് പോലും ഉണർവുള്ള ഒരാളെ മാത്രം വിളിക്കേണ്ട വാക്കാണ് ഈ ആത്മീയ മനുഷ്യനൊക്കെയുള്ള സൂചനകൾ എല്ലാ ഗുരുപാരമ്പര്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണല്ലോ തന്നെ കാണാനെത്തിയ ഒരു ചെറുപ്പക്കാരനോട് ഗുരു ചോദിക്കുന്നുണ്ട്, നീ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ നിന്റെ ചെരുപ്പ് ആ കട്ടളയുടെ വാതിൽപ്പടിയുടെ എവിടെ ഇട്ടത്? അയാൾ പറഞ്ഞു, അത് ചെറിയ കാര്യമല്ല, ഞാനത് ഓർക്കുന്നില്ല. അപ്പോൾ ഗുരു അവനോട് പറയുന്നുണ്ട്, ഈ ചെറിയ കാര്യങ്ങളിൽ പോലും ഉണർവ് പുലർത്താത്ത നീ എങ്ങനെയാണ് വലിയ കാര്യങ്ങളുടെ താക്കോൽ അന്വേഷിച്ച് എൻ്റെ അടുക്കലേക്ക് വരുവാനായിട്ട് ധൈര്യപ്പെട്ടത്? ആദ്യം ചെറിയ കാര്യങ്ങൾ ഉണർവുണ്ടാവട്ടെ. അപ്പോൾ ഉയർപ്പിൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചില ഉണർവുകൾ ജീവിക്കുക, ദി അവേക്കൺ വണ്ണൊക്കെ ആയിട്ട് മാറുക എന്നുള്ളതായിരിക്കും. അപ്പം എവിടെ വെച്ചായിരിക്കണം നമ്മൾ അവിടുത്തെ കണ്ടുമുട്ടേണ്ടെന്നുള്ളതിൻ്റെയൊക്കെ സൂചനകളുണ്ട്. മാലാഖമാർ ഇനി മുതൽ ഈ ഉയർപ്പിക്കപ്പെട്ട ഉത്ഥിതനായ ക്രിസ്തുവിനെ എവിടെയാണ് നമ്മൾ തിരയേണ്ടതെന്നുള്ള വ്യക്തമായ സൂചന വരുന്നുണ്ട്. ഒന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഗലീലിലേക്ക് പോകാനാണ് പറയുക. അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ ഗലീലിലേക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ട് അവിടേക്ക് പോകാനാണ് പറയുക. നമുക്കറിയാം ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചത് ആ കടലോരത്താണ്. എന്നും ഈ കടപ്പുറം എന്നൊക്കെ പറയുന്നത് ആവശ്യത്തിലേറെ പരാധീനതകളുടെ ഇടവ, ആവശ്യത്തിലേറെ നമുക്കറിയാം എന്തിൻ്റെയും വെളുമ്പിനകത്താണ് ആ ഭൂമിയിലുള്ള എല്ലാ ദുരന്തങ്ങളും ആദ്യം എത്തുന്നത്. അതിപ്പോൾ സുനാമി ആയാലും ഈ അടുത്ത ദിനങ്ങളിലൊക്കെ വായിക്കുന്ന ഈ കപ്പൽച്ചാലിൽ പെട്ടുപോകുന്ന ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കഥയായാലും ഒക്കെ ഇതിങ്ങനെ ഈ വിളുമ്പി താമസിക്കുന്നവരെക്കാത്ത ഒത്തിരി അത്യാഹിതങ്ങളുണ്ട്. അപ്പോൾ യാതൊരു സുരക്ഷിതത്വമില്ലാത്ത ഒരിടത്തിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ തപശ്ചര്യ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ജീവിത സാധന ആരംഭിക്കുന്നത്. ഒരുപക്ഷെ അത് അവിടെ നിന്ന് ഡിറ്റാച്ച് ആവുന്നൊരു പേടി ക്രിസ്തു പുലർത്തിയിരുന്നു. കാരണം വൈകാതെ ഒരുപക്ഷെ അവരുടെ ഒരു പ്രവർത്തന മണ്ഡലം ഈ ജെറുസലേമുമായിട്ട് കേന്ദ്രീകരിക്കപ്പെട്ട് നിൽക്കുമെന്ന് ക്രിസ്തു ഭയന്നു. ജെറുസലേം എന്ന് പറയുന്നത് നമുക്കറിയാം ക്രിസ്തുവിനെ കൊന്ന ഇടം തന്നെയാണ്. പക്ഷേ ആ ജെറുസലേം ഒരു ഹോളി സിറ്റിയാണ്. രണ്ടു തരം അധികാരങ്ങൾ, ഒരു സെക്കുലറും ഒരുപക്ഷെ സേക്രഡ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന രണ്ടു തരം അധികാരങ്ങളുടെ കേന്ദ്രമായിരുന്നു ജെറുസലേം. സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിലനിൽക്കാനായിട്ട് ഏറ്റവും നല്ല ഇടം ഈ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട ഇടങ്ങളിലായിരിക്കുക എന്നുള്ള ആ ഒരു ഭയം ഒരുപക്ഷെ ക്രിസ്തു പുലർത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ക്രിസ്തു പറയുന്നുണ്ട്, ക്രിസ്തു തന്നെ പറയുന്നുണ്ട് പിന്നീട് നിങ്ങൾ ഗലീലിലേക്ക് പോകാനൊക്കെ പറയുന്നുണ്ട്, വിശേഷിച്ചും ആകാശങ്ങളിലേക്ക് അവൻ കരയേറ്റപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട്. അപ്പോൾ ഇവിടെ മാലാഖമാരും പറയുന്നത് തന്നെയാണ്, നിങ്ങൾ ഗലീലിലേക്ക് പോവുക. അതിൻ്റെ അർത്ഥം ഈ വിളുമ്പിലെ മനുഷ്യരിൽ അവിടുത്തെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ള. ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇനി നമ്മൾ തിരയേണ്ടത് അവിടെയാണ്. ഏതൊക്കെ മനുഷ്യരാണ് വിളുമ്പി താമസിക്കുന്നത്, എന്തിൻ്റെ ഫ്രിഞ്ചുമായിക്കൊള്ളട്ടെ, അത് അറിവിൻ്റെ വിളുമ്പായിരിക്കാം, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ വിളുമ്പായിരിക്കാം, അഴകിൻ്റെ വിളുമ്പായിരിക്കാം, ആരോഗ്യത്തിൻ്റെ വിളുമ്പായിരിക്കാം. കടലോരം എന്ന് പറയുന്ന വിളുമ്പ് ഫ്രിഞ്ച് ഭൂപടത്തിൻ്റെ മാത്രമല്ല എല്ലാത്തിൻ്റെയും. അപ്പോൾ എന്തിൻ്റെയും
ഈ വെളുമ്പിൽ താമസിക്കുന്നവരുടെ ഇടയിൽ തൻ്റെ സാന്നിധ്യം തിരിച്ചറിയാന്നുള്ളത്. അതുകൊണ്ടൊക്കെയാണല്ലോ പിന്നെ ക്രിസ്തു പറയുന്നുണ്ട്, വിശക്കുന്നവനായിട്ടും ദാഹിക്കുന്നവനായിട്ടും പരദേശിയായിട്ടും ഒക്കെ ഞാൻ നിങ്ങളെ തേടി വരുമെന്ന്. വിശേഷം ആ പരദേശികൾ അവനെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു സങ്കല്പം ഈസ്റ്റർ വിചാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുക. കാരണം നമുക്കറിയാം, ഇനി മുതൽ ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്ന ഏതാണ്ട് ഈ പറഞ്ഞ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞൊരു തലമാണ്. ഒരുപക്ഷെ ഇംഗ്ലീഷ് വിവർത്തനങ്ങൾക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ആ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞ വാക്ക്, അപരിചിതൻ എന്ന് പറഞ്ഞൊരു വാക്ക്, പരദേശിനേക്കാൾ കൂടുതലായിട്ട്. കാരണം എല്ലായിടത്തും ക്രിസ്തു അപരിചിതനായിരുന്നു. മറിയത്തിന്റെ മുമ്പിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോഴേക്കും മറിയം ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന തോട്ടക്കാരനായിട്ടാണ്. തോട്ടപ്പണിക്കാരൻ എന്ന നിലയിലായിരിക്കണം ഒരുപക്ഷെ മറിയം അവനെ തിരിച്ചറിയുന്നത്. അത് തോട്ടത്തിൽ ഉടമയാണ്, അറിഞ്ഞുകൂടെ. എന്തുമായാലും രണ്ടാമത്തായിരിക്കും ഒരുപക്ഷെ സാധ്യത. എങ്ങനെയാണ് ഒരാളെ നോക്കിയിട്ട് അയാൾ തോട്ടപ്പണിക്കാരനാണെന്നൊക്കെ തോന്നുന്നത്? അയാളൊരു ശരീരഭാഷയുണ്ട്, അയാൾ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, സൺബേൺ ആയിട്ടുള്ള തൊലിയുണ്ട്, വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, പണി ചെയ്ത മനുഷ്യർക്ക് മാത്രം പതിക്കുന്ന ചില ആഴത്തിലുള്ള ചില മുദ്രകൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കണക്ക് മറിയം ഒരു കൂലിപ്പണിക്കാരൻ നിലയിൽ ഒരു പക്ഷെ അവിടെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആദ്യം അങ്ങനെ തന്നെയാണ് മറിയം കരുതുന്നത്, കൂലിപ്പണിക്കാരൻ തന്നെ കരുതുന്നത്, തോട്ടപ്പണിക്കാരനായിരിക്കും കരുതുന്നത്. എന്നിട്ടോ പിന്നീട് എല്ലായിടത്തും ഈ ക്രിസ്തു അപരിചിതത്വം അനുഭവിക്കുന്നുണ്ട്, സ്ട്രേഞ്ചറായിട്ടാണ് വരുന്നത്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ ഭാഗം നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, ഒരു അപരിചിതൻ അവരോടൊപ്പം ചേർന്നാണ് പറയുക. പിന്നീട് ഒരുപക്ഷെ തോമസിന്റെ മുമ്പിൽ തൻ്റെ ആ മുദ്രകൾ, തൻ്റെ വിലാവിലെയും കരങ്ങളിലെയും കാൽപാദങ്ങളിലെയും ഒക്കെ ആ 5 ക്ഷതങ്ങൾ, പഞ്ചക്ഷതങ്ങൾ ക്രിസ്തുവിന് കാണിക്കേണ്ടതായിട്ട് വരുന്നത് പോലും ആ അപരിചിത ഭാവം പിന്നെയും നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഉടനീളം ഇങ്ങനെ ഒരു അപരിചിതരുടെ ഇടയിൽ ഈ വരുന്ന ഒരുവനായിട്ട് അവിടെ തന്നെ വെളിപ്പെടുത്തിയാണ് തോന്നുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ്, അവിടുത്തെ കണ്ടെത്തണമെങ്കിലും അവിടുത്തെ സ്നേഹിക്കണമെങ്കിലും അവിടുത്തെ ചേർത്ത് പിടിക്കണമെങ്കിലും ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇങ്ങനെ അപരിചിതരെ സ്നേഹിക്കുക എന്നുള്ള, അപരിചിതരെ അണച്ചു പിടിക്കുക എന്നുള്ള. അപ്പം അത് അങ്ങനെ ഒരു സൂചന കിടപ്പുണ്ട് ഈ ഗലീലിലേക്ക് പോകുക എന്ന് പറയുന്നത്. ഒപ്പം മറ്റൊരു ഭാഷത്തിൽ നമ്മൾ പാഠഭാഗത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്ന മാലാഖം പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ മരിച്ചവരുടെ ഇടയിൽ ജീവനുള്ളവനെ തിരയുന്നത്? കാരണം അതൊരു വലിയൊരു ഗൗരവമായ ഒരു ക്ഷണമോ ആരോപണമോ ഒക്കെയാണ്. പലപ്പോഴും നമ്മൾ ഈ ക്രിസ്തുവിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന മൃതമായ ഇടങ്ങളില, മൃതമായ ആചാരങ്ങളില, മൃതമായ ചട്ടങ്ങളില, ആ മൃതമായ ചില പുസ്തകങ്ങളില, അവന് ജീവനുള്ള വിടത്തില്ല. കാരണം ക്രിസ്തു എന്ന് പറയുന്നത് ആ വിത്ത് ആ മുള പൊട്ടിയത് കണക്ക് ഒരു അനുഭവമാണ് ഉത്ഥാനമെങ്കിൽ, ക്രിസ്തു എന്ന് പറയുന്ന ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ഓർഗാനിക്കായ ഒരു കൺസെപ്റ്റ്, ഏറ്റവും ജൈവികമായ കൺസെപ്റ്റ്. അപ്പോൾ ആ ജൈവികമാണോ നിങ്ങളുടെ മതാചാരങ്ങൾ, ജൈവികമാണോ നിങ്ങളുടെ ക്രിസ്താന്വേഷണങ്ങൾ? ഇതൊക്കെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പം ഇങ്ങനെ ഏതിടത്ത് അവിടുത്തെ കൃത്യമായിട്ട് കാണണമെന്നുള്ള സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ വല്ലാത്തൊരു ലിബറേഷൻ എന്ന് പറയുന്നൊരു കാര്യം കൂടി ഈ ഉയർപ്പിനോടൊപ്പം സംഭവിക്കുന്നുണ്ട്. കാരണം മാത്യു സുവിശേഷം മാത്യു ആ ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ രേഖപ്പെടുത്തുന്ന എങ്ങനെയാണ്, അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായെന്നാണ് പറയുക. ഭൂകമ്പം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഈ അടിത്തറയെ കുലുക്കി കളയുന്ന ഒന്നിൻ്റെ പേരാണ് ഭൂകമ്പം. അതിൻ്റെ അർത്ഥം ഇത്രയും കാലം എന്തൊക്കെ കാര്യങ്ങളുടെ മീതെയാണ് നിങ്ങൾ നിലനിന്നത്, അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് വല്ലാതെ ഒലയാൻ പോവുകയാണ്. ഇതൊരു പുതിയൊരു മോക്ഷത്തിൻ്റെ, പുതിയൊരു എമാനിസിപ്പേഷൻ്റെ ഒക്കെ പുതിയ വഴികളാണ്, പുതിയ സൂചനകളാണ്. കൃത്യമായിട്ട് ഈ ഭൂകമ്പത്തെ നമ്മൾ പുതിയ നിയമത്തിൽ വേറിടത്ത് വായിച്ചു കേൾക്കും. ആ നടപടി പുസ്തകത്തിലാണ് കുറച്ച് പേര്, പൗലോസും സീലാസും, അവരിങ്ങനെ തടവറയിലായിരിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, പെട്ടെന്ന് വല്ലാതൊരു ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിന് ശേഷം നമ്മൾ പിന്നീടുള്ള ഭാഗം ഇങ്ങനെയാണ്, പിന്നീട് ഈ തടവറയിലെ മുഴുവൻ വാതിലുകളും മലർക്കെ തുറക്കപ്പെട്ടു, അവരുടെ കയ്യിലെ ചങ്ങലകൾ പൊട്ടിത്തകർന്നു പോയി. അപ്പോൾ എന്താണ് ഈ ഭൂകമ്പം എന്ന് പറയുന്നത്? വല്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് ലഭിക്കുന്ന തുറവിയാണ്. ഉദ്ധാനത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ ഉദ്ധാനത്തിന് നടക്കുന്ന ജീവിതം എന്നൊക്കെ പറയുന്നത് ഈ സ്വാതന്ത്ര്യം. നിങ്ങളുടെ അടച്ചിട്ടിരുന്ന മുഴുവൻ വാതിലുകളും തുറക്കപ്പെടുകയാണ്. ഏതൊക്കെ കൈച്ചങ്ങലകളാണ് നിങ്ങൾക്ക് ഒരുങ്ങിക്കടന്നിരുന്നത്, ഏതൊക്കെ ഇടങ്ങളിലാണോ നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ചുരുക്കി വെച്ചത്, അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ വിമോചനത്തിൻ്റെ പേരാണ് ഉദ്ധാനം. അങ്ങനെയെങ്കിൽ ഉദിതനായൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ഈ വിമോചിതനായ മനുഷ്യനാണ്. എല്ലാ ഇടങ്ങളിലും വല്ലാത്ത സ്വാതന്ത്ര്യം പുലർത്തുന്ന മനുഷ്യൻ, എല്ലായിടത്തും വല്ലാത്ത തുറവ് പുലർത്തുന്ന മനുഷ്യൻ. കണ്ട ചിന്തകളെ ഇങ്ങനെയൊന്ന് ക്രോഡീകരിക്കാമെന്ന് തോന്നുന്നു. ഈസ്റ്റർ ഇതൊക്കെയാണ്, ആ പ്രത്യാശയുടെ വസന്തോത്സവം, ദൈവം ഇടപെടുന്ന 3-ാം പക്കം, അവൻ്റെ ജീവന് സാക്ഷികളായി നിൽക്കുന്ന സ്ത്രീകൾ, പിന്നെ നമ്മളുടെ തന്നെ അത്തരം ചില സ്ത്രൈനാംശത്തിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ, ഉണർവിൻ്റെ പുതിയ ജീവിതം, മാറിപ്പോയ മൂടിക്കല്ല്, സാധാരണത്വങ്ങൾ അവനെ തിരയാനുള്ള ക്ഷണം, ഏറ്റവും ഒടുവിലായിട്ട് ആ ഭൂകമ്പം, എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ചു കളയുന്ന, സകല വാതിലുകളും തുറക്കുന്ന പുതിയ വിമോചനത്തിൻ്റെ ഉത്സവം. അതിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനയും
നേർന്നുകൊണ്ട്. ജീവിതം പ്രഭാമയം സന്നിധാനം.